കേട്ടെ. അപ്പൊ എന്തിനാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം എന്നിട്ട് ബാക്കി സംസാരിക്കാം. റേവൻ ഗ്ലാസ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഇതിന് 688 വരും. ഇതിന്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള അതേ പ്രൈസിൽ വരുന്ന മറ്റൊരു ഗ്ലാസ് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ വെറും 344 വരുന്നുള്ളൂ ഒരു ഗ്ലാസ് അല്ലേ. എന്റെ കയ്യിലുള്ള ഈ ക്ലിപ്പ് ഫ്രെയിം കണ്ടോ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് പവർ ഫ്രെയിം ആയിട്ടും ഇതിന്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ സൺഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യാം. 2 ഷെയ്ഡിൽ വരുന്ന സൺഗ്ലാസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വാവ്, സിമ്പിൾ അല്ലേ. ക്ലിപ്പോടെ തന്നെ ഡിഫറെന്റ് ഡിസൈൻസും വരുന്നുണ്ട്. നോർമൽ ഫ്രെയിമിന്റെ പ്രൈസ് നമുക്ക് ബ്രാൻഡ് ഫ്രെയിം വാങ്ങിക്കൂടെ. നോക്കൂ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ റേവൻ 35% ഓഫ് സിംഗിൾ പീസ് വാങ്ങി. നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ വേണമെങ്കിൽ എല്ലാത്തിലും ഉണ്ട്. സൺഗ്ലാസും ഫ്രെയിംസും ഒക്കെ ഉണ്ട് കേട്ടോ. എന്റെ കയ്യിലുള്ളത് ബ്രാൻഡ് ഒരു സൺഗ്ലാസ് ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിന് പുറത്ത് ഭയങ്കര പ്രൈസ് വരും. പക്ഷേ ഇവിടെ 30% ഓഫ് ജസ്റ്റ് 1000 ദിർഹംസേ ഉള്ളൂ. എന്നിട്ട് നല്ല ഭംഗിയില്ലേ. ഇതേപോലെ ഒരുപാട് കളക്ഷൻസ് കേട്ടോ. ബനിയാസ് ഒപ്റ്റിക്കൽസിൽ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അത്രയധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽസിന്റെ ഒരു കലവറ. തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ബനിയാസ് ഒപ്റ്റിക്സ് 50% ഓഫ് നോർമൽ ഫ്രെയിംസ് മുതൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഫോർ ബ്രാൻഡഡ് സൺഗ്ലാസ് ആൻഡ് ഫ്രെയിംസ്. പോലീസ്, റേബൻ, ഇംപീരിയൽ മണി, ഓക്ലേ, CK തുടങ്ങിയിട്ട് എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല 40% ഓഫിൽ ടോം ഫോർഡ്, ലക്കോസ്റ്റേ, പിന്നെ 30% പ്രാഡ, മൗജിം, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് കേട്ടോ. ലിമിറ്റഡ് പീരിയഡിൽ ഓഫറാണ് ബനിയാസ് ഒപ്റ്റിക്സിന്റെ 4 ബ്രാഞ്ചസ്. അബുഷാര, മൂവില കൊമേഴ്ഷ്യൽ, കൂടാതെ ബർദുബായി ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഇതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? അതായത് ഉപദേശം വളരെ നല്ലതാണ്, പക്ഷേ പുള്ളിക്കാരി വീഡിയോ ചെയ്തിരിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഇതൊക്കെ ഹറാമാണ്. പോട്ടെ, പുള്ളിക്കാരി കാണിക്കുന്ന പുള്ളിക്കാരുടെ ഫേസ്, മറ്റു അന്യ പുരുഷന്മാരെ നമ്മുടെ മുഖം കാണിക്കുന്നത് ഹറാമാണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. പുള്ളിക്കാരുടെ കൈകൾ, ഇതെല്ലാം ഹറാമാണ്. മറ്റൊരു പുരുഷനെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരി പറയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓൺലൈൻ സാധനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഹലാലാണ്. അതെങ്ങനെ ഹലാലാകും? അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് കളിക്കുമ്പോൾ ഇതെല്ലാം ഹലാലും, എന്നാൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന കാണുമ്പോൾ ഇതൊക്കെ ഹറാമോ ആവുന്നത് എങ്ങനെയാണ്? ഇനി പോട്ടെ, ഇതാണ് കൂളിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഡ്രസ് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ സൺലൈറ്റ് കണ്ണിലടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയാണ് അല്ലെ. അല്ലാതെ ഇത് കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ ഇതും ഹറാമാണ് താത്ത. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. പൈസ വാങ്ങി ഓരോ കൊളാബ് ചെയ്യുന്നതും ഹറാമാണ് താത്ത. അപ്പൊ ഇതെല്ലാം ഹറാമാക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊന്നും തീരുമാനിക്കാൻ നിങ്ങളാണല്ല. നമ്മൾ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതോ ഒരു മതത്തെ അവഹേളിക്കുന്നതോ ഒരു മതത്തെ ചോദ്യം ചെയ്യുന്നതോ ഒന്നുമല്ല. ഇനി ഇതിനെ താഴെ വന്ന് കുറച്ച് പേര് കമന്റ് ചെയ്യും, സഹോദരി താങ്കൾക്ക് തെറ്റുപറ്റിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കണം. നിങ്ങൾ മതത്തെയോ മതവിശ്വാസങ്ങളെയോ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതെല്ലാം മറ്റുള്ളവരെ കൊണ്ട് നമുക്കൊക്കെ ഒരു എന്താ പറയാ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് അയ്യേ ഇങ്ങനെയാണോ എന്ന് തോന്നുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഒരാളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുന്നള്ളിക്കാൻ അല്ലെ. അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്ത് ഇപ്പൊ എല്ലാ ആളുകളും എന്താ പറയാ, എല്ലാവരും അടിപൊളി ആളുകളാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്തവരാണ് എന്നൊന്നുമില്ല. എല്ലാവരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, ശരിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ വന്നിരുന്ന് ഓരോന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ മതങ്ങളെ അപമാനിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി താഴെ വന്ന് കമന്റ് ചെയ്യുന്ന കുറെ എന്താ പറയാ മതഭ്രാന്ത് പിടിച്ചവരോട് നിങ്ങൾ കമന്റ് ചെയ്താലും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും. എന്നെ പോലെ തോന്നുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നും. പക്ഷെ നിങ്ങൾ പറയില്ല. മതഭ്രാന്ത് നല്ലതിനല്ല. മതം വേണം, നമ്മുടെ ഒരു വിശ്വാസം വേണം, ഒരു ദൈവം വേണം, എല്ലാം ശരിയാണ്. നമ്മൾ ആരെയും ചോദ്യം ചെയ്യുന്നതോ കളിയാക്കുന്നതോ ഒന്നുമല്ല. അപ്പൊ ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, ബൈ.